അസ്സലാമലൈക്കും. ഈ പഴുത്ത മാങ്ങ ഒരുപാട് കിട്ടുന്ന ഈ സമയത്തൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്. മാംഗോ സാഗോ, അതാണ് എൻ്റെ പേര് കേട്ട വെച്ച് വലിയ എന്തോ സംഭവമാണെന്ന് അങ്ങനെയൊന്നുമില്ല കേട്ടോ. വളരെ എളുപ്പമാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ. ഈ മാങ്ങ ഇവിടെ തന്നെ വീട്ടിലുണ്ടായത് കേട്ടോ. ഇവിടുത്തെ വീട്ടിലല്ല, ജ്യേഷ്ഠൻ്റെ വീട്ടിലും അനിയൻ്റെ വീട്ടിലും പിന്നെ ഒന്ന് ഇവിടുത്തതും. അങ്ങനെ നല്ല മധുരമുള്ള മാങ്ങയാണ് ഈ 3 ഐറ്റം മാങ്ങ. അത് വെച്ചിട്ട് നമുക്ക് നോക്കാം. ആരില്ലാത്ത മാങ്ങയാണ് ഈ മാംഗോ സാഗോ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് കേട്ടോ. നമുക്ക് ഈ മാങ്ങക്കൊന്ന് ചെത്തി കഷ്ണങ്ങളാക്കി എടുക്കാം. മാങ്ങ കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നുകൊണ്ട് നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചിട്ട് കൊണ്ടുവരാം. നന്നായിട്ട് അരയണം കേട്ടോ. മാങ്ങയൊക്കെ നന്നായി അരഞ്ഞിട്ടുണ്ടല്ലോ, ഫൈനായിട്ട് അരച്ചിട്ട് വെള്ളമൊന്നും ചെറുക്കാതെ കൊണ്ട് നമുക്ക് മിക്സിയിൽ അരച്ചാൽ മതി. നമുക്കിതൊരു വേറെ പാത്രത്തിലിടാം. കുതിർത്ത് വെച്ച കസ്കസ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വേവിച്ച് വെള്ളമൊഴിച്ച് ഊറ്റി വെച്ചിട്ടുള്ള സാബൂനരി കേട്ടോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മധുരത്തിന് ആവശ്യമുള്ള മിൽക്ക് മെയ്ഡ് ഇതിങ്ങനെ ഒഴിച്ചങ്ങനെ കൊടുക്കാം. തണുപ്പിച്ച പാലുണ്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ഈ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് നന്നായി ഇളക്കിയെടുത്തിന് നമുക്ക് ഇതിലേക്ക് ഇടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ. ഈ മാങ്ങ സീസൺ ആകുമ്പോൾ ഇവിടെ നമുക്ക് പിന്നെ ഇളച്ചൻ്റെ വീട്ടിൽ നിന്നായിട്ടും മുത്തച്ഛൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആയിട്ട് ഒരുപാട് മാങ്ങ കിട്ടും. അത് നല്ല മധുരമുള്ള മാങ്ങയാണ്. ഇവിടുത്തെ മാങ്ങ ആയിട്ട് അതും നല്ല മധുരമാണ്. അപ്പം അങ്ങനത്തെ മാങ്ങയാണ് നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലതും. കഷ്ണങ്ങളാക്കിയ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് അത്യാവശ്യം കടുക്കത് കട്ടി കുറക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പാലൊഴിച്ച് കൊടുത്താൽ മതി. ഞാനത് ഒഴിച്ചെടുക്കില്ല, ഇത്ര കട്ടിക്ക് നിന്നോട്ടെ. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഡ്രിങ്കാണത്. ഇനി നമുക്ക് ആ സാഗോ റൈസ് വേവിക്കുന്ന പണി മാത്രമേ അടുപ്പത്ത് വെച്ചിട്ട് വരുന്നുള്ളൂ. വേറൊന്നും അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയണം. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുവാണ് കേട്ടോ. ഇനി വേറൊരു മാങ്ങ ഐറ്റമായിട്ട് പിന്നെ വരാം.